സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 69 സങ്കീർത്തനം 20 തിരുവചനം. സങ്കീർത്തനം 69 വാക്യം 20. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 69 സങ്കീർത്തനം 20 തിരുവചനത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാനവരാശിയുടെ പാപപരിഹാര ബലി അർപ്പിക്കുവാനായി ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ യേശു അനുഭവിച്ച, അഥവാ യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ യേശു അനുഭവിച്ച നിന്ദയും പരിഹാസവും, ആരിൽ നിന്നും സഹതാപം ലഭിക്കാത്ത അവസ്ഥയും ആരും ആശ്വസിപ്പിക്കാത്ത അവസ്ഥയും ഒക്കെയാണ് നാം കാണുന്നത്. ഈ 69 സങ്കീർത്തനം 21 തിരുവചനത്തിലും യേശു അനുഭവിച്ച മറ്റൊരു ദാരിദ്ര്യത്തെ, അഥവാ ഒരു കഷ്ടത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നുവെന്ന്. യേശു കർത്താവിന് ക്രൂശന്മേൽ വെച്ച് പടയാളികളിൽ ചിലർ കയ്പ് കാടി കൊടുത്തതിനെക്കുറിച്ചാണ് 21 തിരുവചനത്തിൽ പറയുന്നത്. നാം ആദ്യം വായിച്ച് കേട്ട 69 സങ്കീർത്തനം 20 തിരുവചനത്തിൽ ഇന്നും പലപ്പോഴും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന വേദനകളിൽ ചിലതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യേശു അനുഭവിച്ചറിഞ്ഞതാണ്. എങ്കിൽ തന്നെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന വേദനകളാണ്. ആദ്യം ഇവിടെ നിന്ദയാണ് പറഞ്ഞിരിക്കുന്നത്. അകാരണമായ നിന്ദയും പരിഹാസവുമൊക്കെ നമ്മെ മാനസികമായി തകർക്കും. അതുപോലെ വിഷാദം, പലരും നമ്മെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളുടെ മധ്യേ നമുക്കുണ്ടാകുന്ന ഒരനുഭവമാണ് വിഷാദം. അടുത്തതായി ഇവിടെ പറയുന്നത്, നമ്മുടെ ദുഃഖാവസ്ഥയിൽ, കഷ്ടങ്ങളുടെ വേളകളിൽ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന്, നാം ആഗ്രഹിക്കുന്നവരിൽ നിന്ന്, സഹായം പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ഒരു സഹതാപം പോലും ലഭിക്കാത്ത അവസ്ഥ, ഒരാശ്വാസം ലഭിക്കാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മെ മാനസികമായും ശാരീരികമായും അതുപോലെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നതാണ്. എന്നാൽ നാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുവാനുള്ളൊരു സത്യം, ഇങ്ങനെയുള്ള നിന്ദയും പരിഹാസവും, സഹതാപം ലഭിക്കാത്ത അവസ്ഥ, വിഷാദം പിടിച്ചിരിക്കുന്ന, ആശ്വാസം ലഭിക്കാത്ത ഈ അവസ്ഥകളിൽ നാം സ്വയം ബലപ്പെടേണ്ടതാണ്. എങ്ങനെ? ദൈവത്തിലുള്ള ആശ്രയത്തിൽ, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട്. ഒരുപക്ഷെ മനുഷ്യരാരും എന്നെ ആശ്വസിപ്പിക്കുന്നില്ല, മനുഷ്യരുടെ സഹായം എനിക്ക് ലഭിക്കുന്നില്ല, മനുഷ്യരിൽ നിന്നയും പരിഹാസവുമാണ് ലഭിക്കുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് നിലനിന്നേ മതിയാവും, മുൻപോട്ട് പോയേ മതിയാവും. അതിന് ഇങ്ങനെയുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം നമുക്ക് ആവശ്യം സ്വയം ബലപ്പെടുക എന്നുള്ളതാണ്. സ്വയം നാം ബലപ്പെടണമെങ്കിൽ നമുക്കൊരു കൈത്താങ്ങൽ ആവശ്യമാണ്. അത് മനുഷ്യരിൽ നിന്ന്, നാം പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്ന്, പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ആശ്രയിക്കുവാൻ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം.
ആ ദൈവത്തിൽ ചാരി, ആ ദൈവത്തിൽ ശരണപ്പെട്ട്, ആ ദൈവത്തിൽ ആശ്രയിച്ച്, ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനം കേട്ട എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശോഭ